അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, പരിശുദ്ധമായ പുണ്യമായ ശഅബാൻ മാസത്തിന്റെ പകുതിയിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു ഓഫറാണ് പരിശുദ്ധമായ ശഅബാനിന്റെ ഈ പുണ്യമായ ദിനം. നമുക്കറിയാം, ഇന്ന് ദുനിയാവിൽ പല രൂപത്തിലുള്ള ഓഫറുകൾ നടക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു കടയിൽ, നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിലുള്ള ഒരു കടയിലേക്ക് ഓണത്തിനനുസരിച്ച്, ക്രിസ്മസിനനുസരിച്ച്, പെരുന്നാളിനനുസരിച്ച് അല്ലേ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓഫറുകൾ നമുക്ക് പല രൂപത്തിൽ പല കടകളിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങളിലും ദിവസങ്ങളിലും സമയങ്ങളിലൊക്കെ പ്രത്യേകമായ ഓഫറുകൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ ഈമാനുള്ള മനുഷ്യർ അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തും. എന്നിട്ട് നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടുന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ദുനിയാവിൻ്റെ ഓഫർ വരുമ്പോൾ ഈമാനില്ലാത്ത ആളുകൾ അതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അത് കിട്ടിയതിൽ സന്തോഷിക്കും. എന്നാൽ ഈമാനുള്ളവൻ അള്ളാഹുവിൻ്റെ ഓഫറിൻ്റെ കാര്യത്തിൽ അവൻ സന്തോഷിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് പാപമോചനം കൊണ്ടും നരകമോചനം കൊണ്ടും നമ്മൾ തേടേണ്ട, ഉപയോഗപ്പെടുത്തേണ്ട ഒരു മാസമാണ്. ലൈലത്തും ബറാഅ, പരിശുദ്ധമായ ഈ രാത്രി എന്ന് പറയുന്നത് മോചനത്തിൻ്റെ രാത്രിയാണ്. ബറാഅത്തും മിനന്നാർ, അത് നരകമോചനത്തിൽ നിന്നുള്ള രാത്രിയാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് നരകമോചനത്തെ തേടേണ്ട ഒരു പവിത്രമായ രാത്രി തന്നെയാണ് പരിശുദ്ധമായ ഈ പുണ്യമായ ദിനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഇദാ കാന ലൈലത്തും മിൻ നിസ്ഫി ശഅബാൻ ഫഖൂമു ലൈലഹ. പരിശുദ്ധമായ പുണ്യമായ ശഅബാനിന്റെ ആ ഒരു രാവ് വന്നു കഴിഞ്ഞാൽ ആ രാത്രിയിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിക്കണം, മറ്റു ഇബാദത്തുകൾ ചെയ്യണം. വസൂമു നഹാറഹ, ആ പരിശുദ്ധമായ ദിനത്തിന്റെ പകലിൽ, ആ രാവിന്റെ പകലിൽ നിങ്ങൾ അവിടെ നോമ്പെടുക്കണമെന്നും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അന്നത്തെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യണമെന്നും അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മൾ നോമ്പെടുക്കണമെന്നും നമുക്ക് മഹാന്മാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ രാത്രി നോക്കൂ നിങ്ങൾ, അന്നത്തെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നതരം ഹൽ മിൻ സായിലിൻ, ആരാ, ഏത് അടിമയാ എന്നോട് ചോദിക്കുന്നവർ, അവരോട് ചോദിക്കുന്ന ആളുകളില്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരും. ഹൽമിൻ മുസ്തഗ്ഫിരിൻ, നിങ്ങൾക്ക് പാപമോചനം തേടാനില്ലേ, നിങ്ങൾക്ക് ഭക്ഷണം ചോദിക്കാനില്ലേ, സമ്പത്തില്ലേ, നിങ്ങൾക്ക് ജോലിയില്ലേ, നിങ്ങൾ കടങ്ങൾ വീടാൻ ചോദിക്കണ്ടേ, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്കത് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ദുആക്കേറെ ഇജാബത്തുള്ള ഒരു രാവും കൂടെയാണ് പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, നബിയെ, നിങ്ങളിത് കടന്നുറങ്ങേണ്ട രാവല്ല. ശഅബാനെ കുറിച്ച് ആ 15ന്റെ മഹത്വം, അതിനെക്കുറിച്ച് അന്ന് റസൂലുള്ളാഹിക്ക് അവിടുന്ന് അറിയിച്ചു കൊടുത്തിട്ടില്ല, ആദ്യമായിട്ട് അറിയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, നബിയെ, ഉറങ്ങിക്കിടക്കുന്ന റസൂലുള്ളാഹിനെ തട്ടി ഉണർത്തിയിട്ട് പറയാണ്, നബിയെ, നിങ്ങളിന്ന് ഉറങ്ങേണ്ട രാത്രിയല്ല, നിങ്ങളിന്ന് കിടന്നുറങ്ങേണ്ട രാത്രിയല്ല, ഇത് നിങ്ങൾ എണീറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യേണ്ട രാത്രിയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ ഒരു വർഷം നടക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ശഅബാൻ മാസത്തിലാണ്. ഒരു വർഷം എന്തൊക്കെ ഇവിടെ നടക്കണം, എന്തൊക്കെ ഇവിടെ നടക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് ഈ പരിശുദ്ധ ശഅബാൻ മാസത്തിൽ. അത് അല്ലാഹു തആല അതിൻ്റെ ഈ കാര്യം അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിക്കുന്നത് പരിശുദ്ധ ശഅബാനിൻ്റെ ഈ 15ന്റെ രാവിലാണ്. അതുപോലെ തന്നെ ഈ ശഅബാനിൻ്റെ ആദ്യത്തെ ഈ ഒരു പരിശുദ്ധമായ പുണ്യമായ ദിനത്തിൽ ഒരു മറ്റേ ശഅബാൻ വരെ, അടുത്ത ഈ ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെ ഒരു മനുഷ്യന്റെ ഭക്ഷണം, ഒരു മനുഷ്യന്റെ സമ്പത്ത്, ഒരു മനുഷ്യന്റെ ജോലി, ഒരു മനുഷ്യന്റെ എന്തൊക്കെ ഇനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും ഈ പരിശുദ്ധമായ ദിനത്തിലാണ്. ഈ പ്രപഞ്ചത്തിൽ ടോട്ടലായിട്ട് നടക്കുന്നതും അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്നതുമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പരിശുദ്ധ രാവിലാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ അത് വേണ്ട രൂപത്തിൽ, കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിയിട്ട് അടുത്ത ഈ ശഅബാൻ 15 കഴിയുന്ന അടുത്ത മുതൽ
അല്ലേ? റമദാനോട് കൂടെ അങ്ങോട്ട് നമുക്ക് റാഹത്തായിട്ട് ജീവിക്കണം, നമുക്ക് നല്ല ജീവിതം വേണം, നമുക്കൊരു കുടുംബം വേണം, നമുക്ക് സമ്പത്ത് വേണം, നമുക്ക് വാഹനം വേണം, വീട് വേണം, ജോലി വേണം, നമുക്ക് ഈമാൻ വേണം, നല്ല മരണം വേണം. ഇതൊക്കെ കണക്കാക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് ഈ പുണ്യദിനത്തെ. ആ ദിനത്തപ്പം നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമുക്ക് ആഗ്രഹിച്ചതുപോലെ എഴുതൂല. അതുകൊണ്ട് അള്ളാഹുവിനോട് അന്നത്തെ രാത്രി നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതുപോലെയാണ് ആ പിറ്റേ ദിവസം മുതൽ അള്ളാഹു തആല ഒരു മനുഷ്യന്റെ ജീവിതമാക്കി കൊടുക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്ത് ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹുവിനോട് ചോദിക്കേണ്ട, പറയേണ്ട ഒരു സമയമാണ് പരിശുദ്ധ ശഅബാനിൻ്റെ 15ന്റെ ദിനം. അതുപോലെ തന്നെ അന്ന് നമ്മളും അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധമായ ഈ അമല് അള്ളാഹുവിലേക്ക് മലക്കുകൾ ഏൽപ്പിക്കുന്ന സമയത്ത്, ഓരോ കർമ്മങ്ങൾ മലക്കുകൾ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എങ്ങനെയാണോ ആകാൻ ആഗ്രഹമുള്ളത് അതുപോലെ ആക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കണം. മലക്കുകൾ അള്ളാഹു തആല മലക്കുകളെ ഏൽപ്പിക്കണം. അങ്ങനെ ആക്കണം, അല്ലേ? അങ്ങനെ ആകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്. അതുകൊണ്ട് അന്നത്തെ ദിവസം റബ്ബിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട രാവി ആകട്ടെ. അതുപോലെ തന്നെ ഒരു മനുഷ്യന് ശഅബാനിൻ്റെ ഈ ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെ ഓരോരുത്തരും മരിക്കുന്നത്, ആരൊക്കെ മരണപ്പെടും, ആരൊക്കെ ജനിക്കുമെന്നതും അല്ലാഹു തആല അവിടുന്ന് കണക്കാക്കുന്ന രാത്രിയാണ് പരിശുദ്ധ ശഅബാനിൻ്റെ ഈ രാത്രി. അപ്പോൾ ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണം, അല്ലേ? അപ്പം അതുകൊണ്ടാണ് ദുനിയാവും ആഖിറവും ഒക്കെ നമ്മൾ ഇന്നത്തെ രാത്രിയിൽ ചോദിക്കണം. ശഅബാൻ്റെ രാത്രി നമ്മൾ ചോദിക്കണം. ദുനിയാവ് മാത്രം പോലെ ആഖിറവും ചോദിക്കണം. അത് ആഖിറം ദുആ ചെയ്യുമ്പോൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കരുത്, അത് പാടില്ല. ആഖിറത്തിലേക്കും കൂടെ നന്മകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. മനസ്സിലായോ? അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ നല്ല ആയുസ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ യാസീൻ ഓതണം. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ യാസീൻ ഓതണം. ആ ഇശാൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിൽ ഒന്നാമത്തെ യാസീൻ നമ്മൾ എന്തിനാണ് ഓതാറുള്ളത്? ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലേ? 2 റിസ്ഖിൽ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. 3 നമ്മുടെ ആഖിബത്ത് നന്നാവാനാണ്, അന്ത്യം നന്നാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാലോ നമ്മൾ ദുഹാൻ സൂറത്ത് ഓതണം. സൂറത്തു ദുഹാൻ പരിശുദ്ധമായ ഈ ബറാഅത്തിൻ്റെ രാവിനെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്ന, വളരെ മനോഹരമായി നമുക്ക് പരിചയപ്പെടുത്തുന്ന ആ സുന്ദരമായ സൂറത്ത് ഓതണം. ഒരാൾ പരിശുദ്ധമായ ഈ പുണ്യദിനത്തിൽ സൂറത്തു ദുഹാൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് 70,000 അള്ളാഹുവിൻ്റെ മലക്കുകൾ പാപമോചനം തേടുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ട, നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളാണ് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ദിക്ർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ 70 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 100 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. ഇതൊക്കെ നമ്മൾ പതിവാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല പരിശുദ്ധ ബറാഅത്തിൻ്റെ രാവ് നമുക്ക് അനുകൂലമാക്കി അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആ പുണ്യദിനത്തിൻ്റെ മഹത്വങ്ങളൊക്കെ നേടി റബ്ബിൻ്റെ പൊരുത്തം കാംക്ഷിച്ചവരിൽ അല്ലാഹു നമ്മൾ പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.